Hello guys, I'm Amna from AK Foods. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പനി രജിസ്ട്രേഷൻസിനെ പറ്റിയിട്ടാണ്. മെയിൻലി 6 ടൈപ്പ് ഓഫ് കമ്പനി രജിസ്ട്രേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പ്രൊപ്രിയേറ്റർഷിപ്പ് കമ്പനി, സെക്കൻഡ് പാർട്ട്ണർഷിപ്പ് കമ്പനി, തേർഡ് private limited company, fourth public limited company, fifth one person company, and sixth last one is limited liability partnership company. ഒരു സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കമ്പനി എന്ന് പറയുന്നത് നമുക്ക് പ്രൊപ്രിയേറ്റർഷിപ്പ് കമ്പനിയാണ്. കാരണം ഒരാളുടെ പേരിലായിരിക്കും നമ്മൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു കൊറോണ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ ആ ഒരൊറ്റ പേഴ്സൺ ആയിരിക്കും ഇതിൻ്റെ ലയബിലിറ്റി ഫുൾ താങ്ങേണ്ടി വരിക. അതേപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പ് കമ്പനി. പാർട്ട്ണർഷിപ്പ് കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് രണ്ടുപേര് തമ്മിൽ തുടങ്ങുന്ന ടൈപ്പ് ഓഫ് കമ്പനിയാണ് പാർട്ട്ണർഷിപ്പ് കമ്പനി എന്ന് പറയുന്നത്. ഇതിൽ കംപ്ലീറ്റ്ലി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ റിട്ടേൺ ആയിട്ടുള്ള അഗ്രിമെന്റ്സ് കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. പിന്നെ ഇതിലും ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തന്നെ ഈ ഒരു നഷ്ടം സഹിക്കേണ്ടി വരും. പിന്നെ വരുന്ന മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പം നമുക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗവൺമെന്റ് ലോൺസുകൾ കിട്ടും, ഗവൺമെന്റ് സ്കീമുകൾ നമുക്ക് കിട്ടും. കമ്പനിയുടെ ഓണർഷിപ്പ് നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സ്യൂട്ട് ആവുന്ന ഒരു കമ്പനി രജിസ്ട്രേഷനാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് പബ്ലിക് കമ്പനി രജിസ്ട്രേഷനിലാണ് വരുന്നത്. ഇനി വരുന്നത് 1 person കമ്പനിയാണ്. ഒരൊറ്റ ആളായിരിക്കും അതിൽ രജിസ്ട്രേഷനിൽ ഉണ്ടാവുക, 1 person. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും പ്രൊപ്രിയേറ്റർഷിപ്പിൽ എന്താണ്, അതും 1 person തന്നെ. 1 person അല്ല, അത് 2 personലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. പിന്നീട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 personലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതേപോലെയല്ല ഈ ഒരു 1 person കമ്പനി എന്ന് പറയുന്ന ഒരൊറ്റ ഒരാളായിരിക്കും ആ രജിസ്ട്രേഷനിൽ ഉണ്ടാവുക. വേറൊരാൾക്കും ആ രജിസ്ട്രേഷനിൽ പാർട്ട്ണർഷിപ്പിലോ ഒന്നും ആവാൻ പറ്റില്ല. 1 person കമ്പനിയിൽ വരുന്ന ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് 2 crore എബവ് നമുക്ക് ടേൺ ഓവർ വരാൻ പാടില്ല. അതേപോലെ തന്നെ 50 lakh എബവ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റും കൊണ്ടുവരാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന ലാസ്റ്റ് വൺ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് കമ്പനി എന്ന് പറയുന്നത്. LLP കമ്പനി, പാർട്ട്ണർഷിപ്പ് കമ്പനിയും അതേപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും ഒരു ഹൈബ്രിഡ് ഫോമാണ് LLP എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഫ്രണ്ട്സിനൊക്കെ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു കമ്പനിയാണ് LLP കമ്പനി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു LLP കമ്പനിയാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊപ്രിയേറ്റർഷിപ്പ് കമ്പനിയിൽ തുടങ്ങി പിന്നീട് നമുക്ക് കമ്പനി രജിസ്ട്രേഷൻസ് വേറെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെയും പറ്റുന്നതാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കമ്പനി ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.